കിടക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് മാർക്കറ്റ് വിലയുടെ ഇരട്ടി നൽകി. തോട്ടഭൂമിയാണെന്ന് ലാൻഡ് ബോർഡ് കണ്ടെത്തിയ സ്ഥലത്തിനാണ് സെന്റിന് 1,20,000 രൂപ നൽകിയത്. ഇവിടെ പരമാവധി 65,000 രൂപ മാത്രമാണ് സെന്റിന് വില എന്ന് വ്യക്തമാകുന്നു. ഭൂമി പാണക്കാട് സാദിഖലി തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിലൂടെ 2 കോടിയുടെ പാഴ്ചെലവുണ്ടായി എന്നും പാർട്ടിക്കുള്ളിൽ വിമർശനമുണ്ട്. സി കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. സി കെ, ഇതിപ്പോ ഈ എടുത്ത ഭൂമി തന്നെ ഇതിന് കൊള്ളില്ല എന്നതായിരുന്നു ഏറ്റവും ആദ്യമായി ഉയർന്ന പ്രശ്നം. പ്രാദേശിക നേതാക്കളുടെയൊക്കെ അറിവോടെയാണല്ലോ ഈ സ്ഥലം വാങ്ങുക. അല്ല, ഇതൊരു ഭൂമി കച്ചവട ഇടപാടാണോ നടന്നത്? കാരണം ഇരട്ടി വിലയ്ക്ക്, മാർക്കറ്റ് വില 65,000 ഉള്ളിടത്ത് ഈ ഇരട്ടി വില നൽകി വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഇതിനിടയിൽ ഒരു കച്ചവടം നടന്നു എന്ന ആരോപണമാണോ ഇപ്പോൾ ബലപ്പെടുന്നത്? രതീഷ്, സത്യത്തിൽ അത്തരത്തിലൊരു സംഭവം അവിടെ അതിനകത്ത് അന്തർലീനമായി കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത് കുറെ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നൽകുന്ന ഒരു മഹത്തായ ഒരു കാര്യം എന്ന നിലയിൽ നമുക്ക് ആദ്യത്തെ ഭാഗം നമ്മൾ ആ രീതിയിലല്ല കാണുന്നത്. പകരം പതിച്ചു നൽകാൻ നിയമപരമായി സാധുതയില്ലാത്ത, നിയമപരമായി സാധിക്കാത്ത ഭൂമി ഇവർക്ക് വേണ്ടി കണ്ടെത്തി എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിന് ഭൂമിയുടെ ന്യായവിലയുടെ ഇരട്ടി കൊടുത്തു വാങ്ങി എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഒരേ ഭൂമി തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് 2 തവണ രജിസ്റ്റർ ചെയ്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ഉൾപ്പെടെ ഏതാണ്ട് 2 കോടിയോളം രൂപയുടെ അധിക ചെലവുണ്ടാക്കി എന്നുള്ളതാണ്. സാധാരണ മനുഷ്യന്മാരും വിദേശ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരും അവരുടെ കയ്യിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കാൻ വെച്ചിരിക്കുന്ന കാശ് ഉൾപ്പെടെ കൊടുത്ത് പുനരധിവാസത്തിന് വേണ്ടി സമാഹരിച്ച തുക ഇങ്ങനെയാണോ വിനിയോഗിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന ചോദ്യമാണ് പ്രസക്തമായത്. അതിൽ ആദ്യത്തെ ഭാഗം, ഇത് തോട്ടഭൂമിയാണ്. തോട്ടഭൂമി മുറിച്ചു നൽകാനോ അങ്ങനെ പതിച്ചു നൽകാനോ കഴിയില്ല. തോട്ടഭൂമി ഒന്നാകെ മാത്രമേ ആർക്കെങ്കിലും വിൽക്കാനോ വാങ്ങാനോ കഴിയൂ. തോട്ടം ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരു രീതിയിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശന നിബന്ധനയുള്ളതാണ് ഈ ഭൂമി. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് 11.3 ഏക്കർ ഭൂമി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വാങ്ങിയത്. രണ്ടാമത്തേത്, അതിന്റെ ന്യായവിലയായി യഥാർത്ഥത്തിൽ 65,000 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് 1,22,000 രൂപ കൊടുത്താണ് സെന്റിന് എന്ന രീതിയിൽ വാങ്ങിച്ചിട്ടുള്ളത്, ഏക്കറിന് എന്ന രീതിയിൽ വാങ്ങിച്ചിട്ടുള്ളത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് 65,000 രൂപയുടെ ഭൂമി നേരത്തെ അഡ്വാൻസ് കൊടുത്തതായിരുന്നു. ആ അഡ്വാൻസ് കൊടുത്തപ്പോൾ അവിടെ ഭൂമിക്ക് തരം മാറ്റാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് തോട്ടഭൂമിയാണ് എന്ന ഒരു സാങ്കേതിക കാരണം പറഞ്ഞ് ആ അഡ്വാൻസ് കൊടുത്ത തുക ഉൾപ്പെടെ നഷ്ടപ്പെടുത്തുന്നു. പിന്നീടാണ് ഈ പറയുന്ന കല്ലങ്കോടൻ മൊയ്തുവിന്റെയും അതോടൊപ്പം തന്നെ കണ്ടിലേരി കുടുംബാംഗങ്ങളുടെയുമായി 11.3 ഏക്കർ ഭൂമി വാങ്ങുന്നു. ഇവിടെയും അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നു. അതായത് മുറിച്ചു വിൽക്കാനോ തരം മാറ്റാനോ സാധ്യമല്ലാത്ത ഭൂമി വാങ്ങി. അങ്ങനെ അവിടെ ഒരു ഗുരുതരമായ പ്രശ്നമുണ്ടായി. രണ്ടാമത്തേത്, ഇങ്ങനെ വാങ്ങിയ ഭൂമി യഥാർത്ഥത്തിൽ ഈ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സാദിഖലി ശിഹാബ് തങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം വീണ്ടും ഇത് ഈ ഗുണഭോക്താക്കൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ